നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് യാതൊരുവിധ വിശ്വാസവുമില്ലാത്ത, അതായത് നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തൊരു പ്രത്യേക മതത്തിന്റെ ആരാധനാലയം പണിയാൻ വേണ്ടി ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിൽ നിന്നും നിർബന്ധപൂർവ്വം നികുതി പിരിക്കുകയാണെന്ന് കരുതുക. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു വലിയ തകരാറുള്ളതായി തോന്നും അല്ലേ? തീർച്ചയായും. അത് തികച്ചും നിയമവിരുദ്ധമാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും. ആ ഒരു തോന്നലിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച, ഈ ഒരു ആഴത്തിലുള്ള വിശകലനം നമ്മൾ തുടങ്ങുന്നത്. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗമാണ്. അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതെ, നമ്മൾ കേവലം മുകളിൽ കൂടെ ഇതൊന്ന് സ്പർശിച്ചു പോവുകയല്ല, മറിച്ച് ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങളുടെ വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് നടത്താൻ പോകുന്നത്. വ്യക്തികളുടെ വിശ്വാസവും ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളും തമ്മിലുള്ള ആ വലിയ പോരാട്ടത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തീർച്ചയായും ഇതൊരു വല്ലാത്ത ബാലൻസിംഗ് ആക്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വശത്ത് പൗരന്മാർക്ക് അവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം, മറുവശത്ത് ആ വിശ്വാസങ്ങളുടെ പേരിൽ രാജ്യത്തിന്റെ സമാധാനമോ മറ്റുള്ളവരുടെ ജീവനോ അപകടത്തിലാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഭരണഘടന ഈയൊരു നൂൽപാലത്തിലൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തുടങ്ങേണ്ടത് ഒരു വ്യക്തിയിൽ നിന്നാണ്. അതാണ് ആർട്ടിക്കിൾ 25. അതെ, ആർട്ടിക്കിൾ 25. ഞാനിതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഇതാണ്. ഈ ആർട്ടിക്കിൾ എല്ലാ വ്യക്തികൾക്കും തുല്യമായ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ഉറപ്പു നൽകുന്നു. ശരിയാണ്. കൂടാതെ മതം ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശവും നൽകുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റു പല ഫണ്ടമെന്റൽ റൈറ്റ്സും പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുമ്പോൾ ആർട്ടിക്കിൾ 25 ഇന്ത്യയിലുള്ള വിദേശികൾക്കും, അതായത് നോൺ സിറ്റിസൺസിനും ലഭ്യമാണ് എന്നതാണ്. വളരെ കൃത്യമായ നിരീക്ഷണമാണത്. ഭരണഘടന ഇവിടെ മനുഷ്യന്റെ ആന്തരികമായ സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന നൽകുന്നത്, അല്ലാതെ അവൻ ഏത് രാജ്യക്കാരനാണ് എന്നതിനല്ല. ഒരു വ്യക്തിക്ക് ഏതു ശക്തിയോടാണോ അല്ലെങ്കിൽ ദൈവത്തോടാണോ വിശ്വാസം തോന്നുന്നത്, ആ ബന്ധം സ്ഥാപിക്കാനുള്ള ആന്തരികമായ സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. അതായത് മനസ്സുകൊണ്ടുള്ള വിശ്വാസം. അതെ, അതിന് അതിരുകളില്ല. ആ വിശ്വാസത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാണ് പ്രൊഫസ് ചെയ്യുക എന്നത്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതാണ് പ്രാക്ടീസ്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്ക് ഈ പ്രൊപ്പഗേറ്റ് എന്നതാണ്. ഒരു മിനിറ്റ്, എനിക്കിവിടെ വലിയൊരു സംശയമുണ്ട്. നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് അഥവാ പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരാളെ നിർബന്ധിച്ച് എന്റെ മതത്തിലേക്ക് മാറ്റാൻ സാധിക്കുമോ? അതായത് നിർബന്ധിതമായ മതപരിവർത്തനം ഈ അവകാശത്തിന്റെ പരിധിയിൽ വരുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. പ്രോപ്പഗേറ്റ് എന്നാൽ ഒരാളുടെ വിശ്വാസങ്ങളും ആശയങ്ങളും മറ്റൊരാളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഡിസെമിനേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായി. നിർബന്ധിത മതപരിവർത്തനം ഇതിൽ വരില്ല. ഇതിന്റെ കാരണം വളരെ ലളിതമാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഓരോ വ്യക്തിക്കും ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ഉണ്ടെന്ന്. അതെ. ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് എന്റെ മതത്തിലേക്ക് മാറ്റിയാൽ അത് നിങ്ങളുടെ ആന്തരികമായ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ? എന്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ പാടില്ല എന്ന ലളിതമായ ലോജിക്കാണിവിടെ ഭരണഘടന ഉപയോഗിക്കുന്നത്. അതൊരു മികച്ച പോയിന്റാണ്. അതായത് എനിക്കെന്റെ വിശ്വാസങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാം, അത് ഞാൻ വായിച്ച് ഒരു നല്ല പുസ്തകം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് പോലെയാണ്. ഈ പുസ്തകം വളരെ നല്ലതാണ്, ഇതിലെ ആശയങ്ങൾ എനിക്ക് വലിയ മാറ്റമുണ്ടാക്കി എന്നെനിക്ക് പറയാം. കൃത്യം. പക്ഷേ ആ പുസ്തകം വായിക്കാൻ എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ച് ഇത് വായിക്കണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. കൃത്യമായി പറഞ്ഞു. ആ ഉദാഹരണം വളരെ അനുയോജ്യമാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 25 പ്രകാരം എനിക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് മതപരമായ കാര്യങ്ങളും ചെയ്യാമോ? ഇതൊരു ആബ്സല്യൂട്ട് റൈറ്റ് ആണോ? എനിക്കറിയാം അല്ല എന്ന്. കാരണം ലോകത്തൊരു അവകാശവും പൂർണ്ണമായും അനിയന്ത്രിതമല്ലല്ലോ. അവിടെ ഭരണഘടന ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവുമല്ലോ. അതെ, ആർട്ടിക്കിൾ 25 പ്രധാനമായും 2 റെസ്ട്രിക്ഷൻസിന് വിധേയമാണ്. ഒന്നാമതായി, ഈ അവകാശങ്ങൾ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നിവയ്ക്കും കൂടാതെ പാർട്ട് 3ലെ മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിനും വിധേയമാണ്. അതായത് എന്റെ മതപരമായ ആചാരം സമൂഹത്തിന്റെ സമാധാനത്തിനോ ആരോഗ്യത്തിനോ തടസ്സമാകാൻ പാടില്ല. ഉദാഹരണത്തിന്, എന്റെ മതപരമായ ആചാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് എനിക്ക് പൊതുവഴി തടസ്സപ്പെടുത്തി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയില്ല.
ശരിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് പോലുള്ളൊരു മഹാമാരി സമയത്ത് മതപരമായ ചടങ്ങാണെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിയിരുത്താൻ കഴിയില്ല. കാരണം അവിടെ ഹെൽത്ത് എന്ന റെസ്ട്രിക്ഷൻ വരും, അല്ലേ? അതെ അതെ. കൂടാതെ മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഇത് വിധേയമാണ് എന്ന് ഭരണഘടന പ്രത്യേകം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഐത്തം അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്നത് എന്റെ മതപരമായ ആചാരമാണ്, എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ ആർട്ടിക്കിൾ 25 അവകാശം നൽകുന്നു എന്നൊരാൾക്ക് വാദിക്കാൻ കഴിയില്ല. കാരണം അത് വേറൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കും. കൃത്യം. അത് മറ്റൊരു വ്യക്തിയുടെ സമാനതയ്ക്കുള്ള അവകാശത്തെ, അതായത് റൈറ്റ് ടു ഈക്വാലിറ്റിയെ ഇല്ലാതാക്കുന്നു. രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ അധികാരമാണ്. സാമൂഹിക ക്ഷേമത്തിനും, അതായത് സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോമിനും, അതുപോലെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പൊതുവായ ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നുകൊടുക്കാനും നിയമം നിർമ്മിക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. ഇതൊരു അപകടം പിടിച്ച കാര്യമായി എനിക്ക് തോന്നുന്നു. ഈ സാമൂഹിക ക്ഷേമം എന്ന പേരും പറഞ്ഞ് ഗവൺമെന്റിന് ഏത് മതപരമായ കാര്യങ്ങളിലും ഇഷ്ടം പോലെ ഇടപെടാൻ കഴിയില്ലേ? അത് മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കില്ലേ? അതൊരു വളരെ സ്വാഭാവികമായ സംശയമാണ്. അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നത്. സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു മതത്തിന്റെ അടിസ്ഥാനപരമായ ആചാരങ്ങളിൽ, അതായത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസിൽ സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയില്ല എന്ന്. അപ്പോ ഒരു ലിമിറ്റുണ്ട് ഗവൺമെന്റിന്? അതെ. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, എന്നാൽ മതേതരമായതോ, അതായത് സെക്യുലർ അല്ലെങ്കിൽ സാമ്പത്തികമായതോ ആയ കാര്യങ്ങളെ സ്റ്റേറ്റിന് നിയന്ത്രിക്കാം. സമൂഹത്തിലെ ലൈയൊരു തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിഷ്കരണങ്ങളെ മതത്തിന്റെ പേരിൽ തടയാൻ കഴിയില്ല എന്നതാണ് ആ റെസ്ട്രിക്ഷൻസിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ആ ബാലൻസ് വളരെ കൃത്യമാണ്. ഇതിൽ വേറെയും ചില എക്സ്പ്ലനേഷൻസ് ഭരണഘടന നൽകുന്നുണ്ടല്ലോ. ഈ ആർട്ടിക്കിളുകൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാത്ത ചില കൂട്ടിച്ചേർക്കലുകൾ. അതെ. ആർട്ടിക്കിൾ 25-ല് 2 പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഒന്ന്, സിഖ് മതവിശ്വാസികൾ കൃപാൺ അഥവാ കിർപാൻസ് ധരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും അവരുടെ മതത്തിന്റെ പ്രൊഫഷന്റെ ഭാഗമായി കണക്കാക്കുന്നു. ആയുധം കൊണ്ടു നടക്കുന്നത് പൊതുവെ വിലക്കപ്പെട്ടതാണെങ്കിലും. അതെ, സിഖ് മതത്തിന്റെ എസൻഷ്യൽ പ്രാക്ടീസ് ആയതുകൊണ്ട് ഭരണഘടന അതിന് പ്രത്യേക സംരക്ഷണം നൽകുന്നു. 2, ഈ ആർട്ടിക്കിളിന്റെ കോണ്ടെക്സ്റ്റിൽ ഹിന്ദുസ് എന്ന പദം സിഖ്സ്, ജെയിൻസ്, ബുദ്ധിസ്റ്റ്സ് എന്നിവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഓക്കേ. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസവും അത് സമൂഹവുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഈ വ്യക്തികൾ ചേർന്നൊരു കൂട്ടായ്മയുണ്ടാക്കുമ്പോഴോ, ഒരു സമൂഹമായി മാറുമ്പോഴോ? അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് നമ്മൾ ആർട്ടിക്കിൾ 26-ലേക്ക് വരുന്നത്. വ്യക്തിയിൽ നിന്നും ഒരു റിലീജിയസ് ഡിനോമിനേഷനിലേക്കുള്ള മാറ്റമാണിത്, അല്ലേ? തീർച്ചയായും. ഒരു വ്യക്തിക്ക് എങ്ങനെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ടോ അതുപോലെ തന്നെ വ്യക്തികൾ ചേർന്നുള്ള മതപരമായ കൂട്ടായ്മകൾക്കും, അതായത് റിലിജിയസ് ഡിനോമിനേഷൻസിനും ഭരണഘടന കളക്റ്റീവ് റൈറ്റ്സ് അഥവാ കൂട്ടായ അവകാശങ്ങൾ നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 26 പ്രകാരം അവർക്ക് പ്രധാനമായും 4 അവകാശങ്ങളാണുള്ളത്. മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാനും അവ നിലനിർത്താനുമുള്ള അവകാശം, മതപരമായ കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്യാനുള്ള അവകാശം, മൂവബിളും ഇമ്മൂവബിളുമായ സ്വത്തുക്കൾ സമ്പാദിക്കാനുള്ള അവകാശം, കൂടാതെ ആ സ്വത്തുക്കൾ നിയമപ്രകാരം മാനേജ് ചെയ്യാനുള്ള അവകാശം. ഒരു മിനിറ്റ്, എനിക്കിവിടെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ആർട്ടിക്കിൾ 25 നമ്മൾ പരിശോധിച്ചപ്പോൾ അത് മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിധേയമാണ് എന്ന് നമ്മൾ കണ്ടു. അതെ. എന്നാൽ ആർട്ടിക്കിൾ 26-ൽ റെസ്ട്രിക്ഷൻസായി പറയുന്നത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നിവ മാത്രമാണ്. അതായത് ഇത് മറ്റു ഫണ്ടമെന്റൽ റൈറ്റ്സിന് നേരിട്ട് വിധേയമല്ല. എന്തുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത്? അതൊരു അതിഗംഭീരമായ ചോദ്യമാണ് ശരിക്കും. ആ വ്യത്യാസത്തിന് പിന്നിലെ ലോജിക് വളരെ വ്യക്തമാണ്. ആർട്ടിക്കിൾ 25 ഒരു വ്യക്തിയുടെ അവകാശമാണ്. ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അയാളുടെ പ്രവൃത്തികൾ നിരന്തരം മറ്റു വ്യക്തികളുമായി ഉരസാം. ശരിയാ. അതുകൊണ്ട് അവിടെ മറ്റു ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുൻഗണന നൽകണം. എന്നാൽ ആർട്ടിക്കിൾ 26 ഒരു കൂട്ടായ്മയുടെ ആന്തരികമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവരവരുടെ സ്വത്തെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരുടെ സ്ഥാപനങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നതിനൊക്കെയാണ് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ. അതെ, അവരുടെ ആന്തരികമായ ഭരണത്തിൽ, അതായത് ഇന്റേണൽ മാനേജ്മെന്റിൽ സ്റ്റേറ്റ് അനാവശ്യമായി ഇടപെടുന്നത് തടയാനാണ് ഇങ്ങനൊരു സ്വാതന്ത്ര്യം നൽകിയത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ മറ്റൊരു വലിയ പ്രശ്നം വരുന്നുണ്ട്.
ഏതൊരു കൂട്ടായ്മയ്ക്കും വന്ന് ഞങ്ങളൊരു റിലീജിയസ് ഡിനോമിനേഷനാണ്, ഞങ്ങൾക്ക് ഈ അവകാശങ്ങൾ വേണം എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, തീർച്ചയായും കഴിയില്ല. ആർക്കൊക്കെയാണ് ഈ അവകാശം ലഭിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അവിടെയാണ് നിയമത്തിന്റെ സങ്കീർണത വരുന്നത്. ഭരണഘടനയിൽ റിലീജിയസ് ഡിനോമിനേഷൻ എന്നതിന് കൃത്യമായ ഒരു നിർവചനമില്ല. അത് തീരുമാനിക്കേണ്ട ചുമതല സുപ്രീം കോടതിയിൽ വന്നു ചേർന്നു. അങ്ങനെ കോടതി വളരെ കൃത്യമായ 3 നിബന്ധനകൾ മുന്നോട്ട് വച്ചു. ഈ 3 നിബന്ധനകളും പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു ഗ്രൂപ്പിന് ഡിനോമിനേഷനായി മാറാൻ കഴിയൂ. ആ നിബന്ധനകൾ ഏതൊക്കെയാണ്? എന്താണ് കോടതിയുടെ മാനദണ്ഡം? ഒന്നാമതായി, അത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസങ്ങളുള്ള, അതായത് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ഓർ ഡോക്ട്രിൻസ് ഉള്ള ആളുകളുടെ ശേഖരമായിരിക്കണം. വെറുമൊരു ക്ലബ്ബ് പോരാ. വെറുതെ കുറച്ചാളുകൾ കൂടിയാൽ പോരാ. അതെ. രണ്ടാമതായി, അവർക്കൊരു കോമൺ ഓർഗനൈസേഷൻ, അതായത് കോമൺ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമതായി, അവർക്ക് പ്രത്യേകമായ ഒരു പേര്, ഡിസ്റ്റിങ്ക്റ്റീവ് നെയിം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നും. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത് എളുപ്പമാണോ? കോടതികൾക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച് കേസുകൾ വന്നിട്ടുണ്ടോ? ഓ, അനവധി കേസുകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഞാൻ പറയാം. സുപ്രീം കോടതിയുടെ മുൻപിൽ വന്ന ഒരു കേസിൽ രാമകൃഷ്ണ മിഷൻ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണോ എന്ന ചോദ്യം വന്നു. കോടതി അത് വളരെ വിശദമായി പരിശോധിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കൃത്യമായ ഉപദേശങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വലിയ സംഘടനയും അവർക്കൊരു പ്രത്യേക പേരുമുണ്ടെന്ന് കോടതി കണ്ടെത്തി. അതുകൊണ്ട് അവർ ഹിന്ദു മതത്തിനുള്ളിലെ ഒരു റിലീജിയസ് ഡിനോമിനേഷനാണെന്ന് കോടതി വിധിച്ചു. അതായത് അവർക്ക് ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള എല്ലാ ഭരണഘടനാപരമായ അവകാശങ്ങളും ലഭിക്കും. അതെ, തീർച്ചയായും. എന്നാൽ മറ്റൊരു കേസിൽ അറബിന്ദോ സൊസൈറ്റി ഒരു ഡിനോമിനേഷൻ ആണോ എന്ന ചോദ്യം വന്നപ്പോൾ കോടതിയുടെ നിലപാട് മറിച്ചായിരുന്നു. അത് വെറുമൊരു സൊസൈറ്റി മാത്രമാണെന്നും അവർക്ക് പ്രത്യേകമായ മതപരമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഇല്ലെന്നും ശ്രീ അരബിന്ദോയുടെ ഫിലോസഫി പഠിക്കാൻ വേണ്ടി കൂടിയ ആളുകൾ മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഓ, അപ്പോൾ അത് വെറുമൊരു ലേണിംഗ് ഗ്രൂപ്പ് പോലെയാണ് കണ്ടത്. അതെ, അതുകൊണ്ട് അവർ റിലീജിയസ് ഡിനോമിനേഷൻ അല്ല എന്ന് വിധിച്ചു. കണ്ടോ, മാനദണ്ഡങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും ഓരോ ഗ്രൂപ്പിന്റെയും സ്വഭാവം അനുസരിച്ചാണ് കോടതി അത് തീരുമാനിക്കുന്നത്. അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. കേവലം കുറച്ച് ആളുകൾ ചേർന്നതുകൊണ്ട് മാത്രം അവകാശങ്ങൾ ലഭിക്കില്ല. അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണമെന്ന് ഇത് കാണിക്കുന്നു. ശരി, അപ്പോൾ സ്ഥാപനങ്ങൾ നടത്താനും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുമൊക്കെ മതവിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇതിനൊക്കെ പണം ആവശ്യമാണല്ലോ. പണമില്ലാതെ ഒരു സ്ഥാപനവും മുന്നോട്ടു പോകില്ല. അങ്ങനെയെങ്കിൽ ഭരണകൂടം മതപരമായ ആവശ്യങ്ങൾക്ക് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിക്കുമോ? ഇവിടെയാണ് നമ്മൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്കും ആർട്ടിക്കിൾ 27ലേക്കും കടക്കുന്നത്. കൃത്യമായി അവിടെയാണ് ആർട്ടിക്കിൾ 27 നിലകൊള്ളുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഉദാഹരണം തന്നെ എടുക്കാം. നികുതിപ്പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതില് ഭരണഘടനയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ, അതായത് പെർട്ടിക്കുലർ റിലിജിയന്റെ വളർച്ചയ്ക്കായോ പരിപാലനത്തിനായോ ടാക്സ് അഥവാ നികുതി അടയ്ക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. അതായത് എന്റെ കയ്യിൽ നിന്നും പിരിക്കുന്ന ടാക്സ്, അത് ഇൻകം ടാക്സ് ആയാലും GST ആയാലും, ആ പണം ഗവൺമെന്റിന് ഒരു പ്രത്യേക മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു സെക്യുലർ രാജ്യത്ത് അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ ഗവൺമെന്റിന്റെ മതസ്ഥാപനങ്ങൾക്ക് യാതൊരുവിധ സാമ്പത്തിക സഹായവും നൽകാൻ കഴിയില്ല എന്നാണോ ഇതിനർത്ഥം? അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് ഒരു പ്രത്യേക മതത്തിന് മാത്രം നികുതിപ്പണം നൽകാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നികുതിയായി പിരിക്കുന്ന പണം എല്ലാ മതങ്ങളുടെയും വളർച്ചയ്ക്കായി ഒരുമിച്ചുപയോഗിക്കുന്നതിന് തടസ്സമില്ല. ഏതെങ്കിലും ഒന്നിനു മാത്രം പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല എന്നു മാത്രമേ ഉള്ളൂ. ഓ, അപ്പോൾ എല്ലാവർക്കും തുല്യമായി നൽകാം. അപ്പോൾ ഗവൺമെന്റിന് മതസ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങാൻ കഴിയില്ലേ? ഗവൺമെന്റ് അവർക്ക് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നില്ലേ? ഇവിടെയാണ് ഈ ആർട്ടിക്കിളിന്റെ ഏറ്റവും ബുദ്ധിപരമായ ഒരു പ്രയോഗം വരുന്നത്. ആർട്ടിക്കിൾ 27 നിരോധിക്കുന്നത് ടാക്സ് ഈടാക്കുന്നതിനെ മാത്രമാണ്, അല്ലാതെ ഫീ ഈടാക്കുന്നതിനെ അല്ല. ഒരു മിനിറ്റ്, ടാക്സും ഫീയും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന പണമല്ലേ? ഇത് വെറുമൊരു വാക്കൊണ്ടുള്ള കഴിയല്ലേ? നിയമപരമായി അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് പിരിക്കുന്നതാണ്.
ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. എന്നാൽ ഫീ എന്നത് ഒരു പ്രത്യേക സേവനം നൽകുന്നതിന് ഈടാക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തരാം. ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുമ്പോൾ അവിടെ പ്രത്യേക പോലീസ് സുരക്ഷ, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഗവൺമെന്റിന് ഒരുക്കേണ്ടി വരും. അതെ, അവിടെ വലിയ ക്രൗഡ് മാനേജ്മെന്റ് വേണ്ടിവരും. തീർച്ചയായും ഇതൊരു പ്രത്യേക സേവനമാണ്. അതിനുവേണ്ടി ഗവൺമെന്റിനൊരു ഫീ ഈടാക്കാം. അതുപോലെ മതസ്ഥാപനങ്ങളുടെ സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ അഥവാ സാമ്പത്തികമായ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനും മറ്റും ഫീ ഈടാക്കാം. അതൊരു പുതിയ അറിവാണല്ലോ. ടാക്സ് ഒരു പ്രത്യേക മതത്തിനു വേണ്ടി പിരിക്കാൻ പാടില്ല. കാരണം അത് ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെ ബാധിക്കും. എന്നാൽ കൃത്യമായ സേവനങ്ങൾ നൽകാൻ ഫീ ഈടാക്കാം, കാരണം അതൊരു കൊള്ളക്കൊടുക്കലാണ്. അതെ. ഈ വ്യത്യാസം വളരെ ലോജിക്കലാണ്. പലപ്പോഴും ആളുകൾ ഇത് രണ്ടും ഒന്നാണെന്ന് കരുതിയാണ് വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്. അതെ, ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. നികുതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭരണകൂടവും മതവും തമ്മിൽ ഏറ്റുമുട്ടുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് വിദ്യാഭ്യാസം. ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഇടം. നമ്മുടെ ഇന്നത്തെ അവലോകനത്തിലെ അവസാനത്തെ ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 28 സംസാരിക്കുന്നത് ഇതേക്കുറിച്ചാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ, അതായത് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ നൽകാമോ? ഇത് സംബന്ധിച്ച് ഭരണഘടനയുടെ നിലപാടെന്താണ്? ഇതൊരു വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന ഒറ്റ വാക്കിൽ ഒരു ഉത്തരമല്ല നൽകുന്നത്. പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവയുടെ ഫണ്ടിങ്ങും അഡ്മിനിസ്ട്രേഷനും അടിസ്ഥാനമാക്കി പ്രധാനമായും 4 തരംതിരിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ 28 ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ആ കാറ്റഗറൈസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി പൂർണ്ണമായും സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതായത് ഹോലി മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റേറ്റ്, നമ്മുടെ സാധാരണ ഗവൺമെന്റ് സ്കൂളുകൾ പോലെയുള്ളവ. ഇവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള മതപഠനവും അവിടെ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അത് 100% പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടക്കുന്നതാണ്. അവിടെ സെക്യുലറിസം പൂർണ്ണമായും പാലിക്കപ്പെടണം. ഭരണകൂടത്തിന് അവിടെ ഒരു പക്ഷം പിടിക്കാൻ കഴിയില്ല, അല്ലേ? കൃത്യമായി പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കാം. സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും എന്നാൽ ഏതെങ്കിലും ട്രസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെന്റ് വഴി സ്ഥാപിക്കപ്പെട്ടതുമായ സ്ഥാപനങ്ങളാണിത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി തന്റെ സ്വത്തുപയോഗിച്ച് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു സ്കൂള് തുടങ്ങുന്നു. ആ ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ആ മതത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ്. എന്നാൽ അതിന്റെ നടത്തിപ്പ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. ഇവിടെ ഭരണഘടന എന്തു ചെയ്യും? അവിടെ ഗവൺമെന്റ് ആ ട്രസ്റ്റിന്റെ ലക്ഷ്യത്തെ മാനിക്കേണ്ടി വരില്ലേ? അവർക്കത് നിരോധിക്കാൻ കഴിയില്ലല്ലോ. അതെ. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ നൽകുന്നത് അനുവദനീയമാണ് എന്ന് ആർട്ടിക്കിൾ 28 വ്യക്തമാക്കുന്നു. ഇനി 3ഉം 4ഉം കാറ്റഗറികൾ കൂടിയുണ്ട്. മൂന്നാമത്തേത് സ്റ്റേറ്റ് അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. നാലാമത്തേത് സ്റ്റേറ്റിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ, റിസീവിംഗ് എയ്ഡ് ഫ്രം ദ സ്റ്റേറ്റ്. നമ്മുടെ നാട്ടിലെ എയ്ഡഡ് സ്കൂളുകളൊക്കെ ഇതിൽ വരും. അപ്പോൾ ഗവൺമെന്റ് സഹായം നൽകുന്ന ഇത്തരം എയ്ഡഡ് സ്കൂളുകളിൽ മതപഠനമാകാമോ? അവിടെയാണ് ഭരണഘടന വളരെ മനോഹരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ നൽകാം, എന്നാൽ വിദ്യാർത്ഥികളുടെ പൂർണ്ണ സമ്മതത്തോടെ, അതായത് വോളണ്ടറി ബേസിസിൽ മാത്രമേ അത് നൽകാൻ പാടുള്ളൂ. ആർക്കും ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അതെ, ആരെയും നിർബന്ധിച്ച് ആ ക്ലാസുകളിൽ ഇരുത്താൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് താൽപ്പര്യമില്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഇരിക്കാതിരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവെ മൈനറായിരിക്കുമല്ലോ, അതായത് 18 വയസ്സ് തികയാത്തവർ. അപ്പോൾ ഈ കുട്ടികളുടെ സമ്മതത്തിന് നിയമപരമായി സാധുതയുണ്ടോ? ഭരണഘടന അവിടെ എന്താണ് പറയുന്നത്? അത് വളരെ സൂക്ഷ്മമായൊരു ചോദ്യമാണ്. വിദ്യാർത്ഥി ഒരു മൈനറാണെങ്കിൽ ഈ സമ്മതം അവരുടെ ഗാർഡിയനിൽ നിന്നാണ് വാങ്ങേണ്ടത്, അതായത് മാതാപിതാക്കളിൽ നിന്ന്. അതെ, മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷാകർത്താവ് സമ്മതിച്ചാൽ മാത്രമേ ഒരു കുട്ടിയെ അത്തരം മതപഠന ക്ലാസുകളിൽ ഇരുത്താൻ കഴിയൂ. കുട്ടിയുടെ ഇളം മനസ്സിൽ നിർബന്ധപൂർവം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തടയാനാണ് ഈ ഒരു നിയമം. അത് ശരിക്കും ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വളരെ വലിയൊരു യാത്രയാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അവകാശങ്ങളെ അതിന്റെ ഏറ്റവും ആഴത്തിൽ തന്നെ മനസ്സിലാക്കിയെന്ന്. തീർച്ചയായും. വ്യക്തിയുടെ ആന്തരികമായ വിശ്വാസ സ്വാതന്ത്ര്യമായ ആർട്ടിക്കിൾ 25 തുടങ്ങി അത് പബ്ലിക് ഓർഡറിനും മൊറാലിറ്റിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കും എങ്ങനെ വിധേയമാകുന്നു എന്ന് നമ്മൾ കണ്ടു.
തുടർന്ന് വ്യക്തികൾ ചേർന്നുണ്ടാകുന്ന റിലീജിയസ് ഡിനോമിനേഷന്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 26ഉം ആ അവകാശങ്ങൾ മറ്റു ഫണ്ടമെന്റൽ റൈറ്റ്സിന് നേരിട്ട് വിധേയമല്ലാത്തതിന്റെ കാരണവും നമ്മൾ മനസ്സിലാക്കി. അതെ. ഒപ്പം നികുതി പണം ഒരു പ്രത്യേക മതത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 27ഉം അതിലെ ടാക്സും ഫീയും തമ്മിലുള്ള നിർണായകമായ വ്യത്യാസവും നമ്മൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്തു. അതെ അതെ. അവസാനമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ 4ആയി തിരിച്ച് അവിടെ മതപഠനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 28ഉം നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഈ 4 ആർട്ടിക്കിളുകളും ചേർന്ന് നമ്മുടെ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ കൃത്യമായി വരച്ചു കാണിക്കുന്നു. തീർച്ചയായും വ്യക്തിയുടെ വിശ്വാസവും സ്റ്റേറ്റിന്റെ നിയന്ത്രണങ്ങളും തമ്മിലുള്ള ആ വലിയ സന്തുലിതാവസ്ഥ നമ്മൾ കണ്ടു. എന്നാൽ ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിക്കുന്നതിന് മുമ്പ് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം അവശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആർട്ടിക്കിളുകളെല്ലാം പബ്ലിക് ഓർഡറിനും മൊറാലിറ്റിക്കും വിധേയമാണ് എന്ന് നമ്മൾ കണ്ടല്ലോ. നിയമങ്ങൾ എഴുതപ്പെട്ടതാണ്. എന്നാൽ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ എന്താണ് മൊറാലിറ്റി എന്നും എന്താണ് പബ്ലിക് ഓർഡർ എന്നും ആര് തീരുമാനിക്കും? 50 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ മൊറാലിറ്റി അഥവാ ധാർമ്മികത എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്നങ്ങനെയല്ല. ശരിയാണ്, മാറ്റങ്ങൾ സംഭവിച്ചു. 100 വർഷം മുമ്പ് അയിത്തം പോലെയുള്ള കാര്യങ്ങൾ പലർക്കും അവരുടെ മതപരമായ മൊറാലിറ്റിയായിരുന്നു. ഇന്ന് അതൊരു വലിയ കുറ്റകൃത്യമാണ്. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് വ്യക്തികളുടെ വിശ്വാസങ്ങളും സമൂഹത്തിന്റെ മാറുന്ന ധാർമ്മിക ബോധവും തമ്മിൽ വീണ്ടും വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകില്ലേ? ഭാവിയിൽ അത്തരം സന്ദർഭങ്ങളിൽ കോടതികൾ ഈ ഭരണഘടനയെ എങ്ങനെ വ്യാഖ്യാനിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഇതൊരു ചെറിയ ചോദ്യമല്ല. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.